ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ, മണലൂരിൽ TN പ്രതാപൻ, നാട്ടികയിൽ സുനിൽ ലാലൂർ എന്നിവർ മത്സര രംഗത്ത്. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയായി 2020 ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. മണ്ണുത്തി കൊഴുപ്പുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറിയെയും ജനപ്രതിനിധികളെയും ഉപരോധിച്ച സംഭവം. CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF മാള സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. 55 പേരുടെ ആദ്യ പട്ടികയാണ് പുറത്തിറക്കിയത്. തൃശൂർ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ട്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ മുൻ മേയർ രാജൻ പല്ലനാണ് സ്ഥാനാർത്ഥി. നാട്ടിക സുനിൽ ലാലൂർ, മണലൂർ TN പ്രതാപൻ, ഒല്ലൂർ ഷാജി കോടങ്കണ്ടത്ത്, കയ്പമംഗലം TM നാസർ, പുതുക്കാട് KM ബാബുരാജ്, ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, കൊടുങ്ങല്ലൂർ OJ ജനീഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ചേലക്കര ലീഗിന് നൽകുമെന്നാണ് സൂചന. ഗുരുവായൂരിൽ ലീഗിലെ CH റഷീദും ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും ജനവിധി തേടും. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ജില്ലയിലെ ആദ്യ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിചയസമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും പരിഗണന നൽകിയിട്ടുണ്ടെന്നാണ് നേതൃത്വം പറയുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ചർച്ചകളേറെ ചുറ്റിത്തിരിഞ്ഞു. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന A പ്രസാദ്, ജോസഫ് ടാജറ്റ് എന്നിവരുടെ പേരുകൾ ഒഴിവായപ്പോൾ TV ചന്ദ്രമോഹനെയും രാജൻ പല്ലനെയും കേന്ദ്രീകരിച്ചായി ചർച്ചകൾ. LDFും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സാമുദായിക പരിഗണനയടക്കം രാജൻ പല്ലൻ അനുകൂലമായി. നഗരസഭാ കൌൺസിലറായും മേയറായും പരിചിത മുഖമായതും അനുകൂല ഘടകം. നാട്ടികയിൽ പ്രാദേശിക സമ്മർദ്ദത്തിന് വഴങ്ങി CC മുകുന്ദനെ പിന്തുണയ്ക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മുകുന്ദൻ NDA സ്ഥാനാർത്ഥിയെ എത്തുമ്പോൾ ഇടതു വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ തോറ്റിട്ടും മണ്ഡലം വിടാതെ നടത്തിയ പ്രവർത്തനങ്ങളും സുനിൽ ലാലൂരിനെ തുണച്ചു. ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്ത് എന്ന ഒറ്റ പേര് മാത്രമാണ് അവസാന റൗണ്ടിലെത്തിയത്. ടോൾ വിരുദ്ധ പോരാട്ടവും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുമാണ് നേതൃത്വം പരിഗണിച്ചത്. മണലൂരിൽ നേരത്തെ തന്നെ TN പ്രതാപൻ പ്രചരണം തുടങ്ങിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കെത്തിയ OJ ജനീഷിനെ കൊടുങ്ങല്ലൂരിലിറക്കി യുവ പ്രാതിനിധ്യവും ഉറപ്പാക്കി. കയ്പമംഗലത്ത് TM നാസറും പുതുക്കാട് KM ബാബുരാജും നേരത്തെ തന്നെ നേതൃത്വത്തിന്റെ മനസ്സിലുള്ള പേരുകളായിരുന്നു. വനിതാ പ്രാതിനിധ്യം അടുത്ത ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറയുന്നത്. സോണിയഗിരി, സോയ ജോസഫ് ഇവരിൽ ഒരാൾ അടുത്ത പട്ടികയിൽ ഇടം നേടിയേക്കും. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന MK മുനീറിന് സീറ്റില്ല. ഫൈസൽ ബാബുവാണ് കോഴിക്കോട് സൌത്തിൽ ലീഗ് സ്ഥാനാർത്ഥി. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയ്ക്ക് പകരം മലപ്പുറത്തുനിന്ന് ജനവിധി തേടും. വേങ്ങരയിൽ KM ഷാജിയാണ് സ്ഥാനാർത്ഥി. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ ലീഗ് ടിക്കറ്റിൽ ജനവിധി തേടും. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ മത്സരിക്കും. കൊടുവള്ളിയിൽ PK ഫിറോസും താനൂരിൽ PK നവാസുമാണ് സ്ഥാനാർത്ഥികൾ. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. തിങ്കളാഴ്ചയാണ് CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത്. തിങ്കളാഴ്ചത്തെ തീയതി വെച്ചാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ CC മുകുന്ദനെ CPIയിൽ നിന്ന് പുറത്താക്കിയിരുന്നു.
നാട്ടിക മണ്ഡലത്തിൽ മുകുന്ദന് പകരം ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി സിപിഐ നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റ് എന്ന് വിമർശിച്ച സി മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നീടാണ് മുകുന്ദൻ ബിജെപിയിൽ ചേർന്നത്. കൊടുങ്ങല്ലൂരിൽ NDA സ്ഥാനാർത്ഥിയായി 2020 ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. BJP ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയിരുന്നുവെങ്കിലും അവസാനവട്ട ചർച്ചയിൽ 2020 സീറ്റ് നൽകുകയായിരുന്നു. ഗോപാലകൃഷ്ണന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് PhD ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് മേഖലകളിൽ സ്വദേശത്തും വിദേശത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വർഗീസ് ജോർജ് 2020 പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ ഭർത്താവാണ് വർഗീസ് ജോർജ്. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാർ കുഴഞ്ഞു വീണു. പോട്ട സ്വദേശി ചിന്നു, വെള്ളാഞ്ചിറ സ്വദേശി ജസ്ന എന്നിവരാണ് കനത്ത ചൂടിൽ തല കറങ്ങി വീണത്. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കാതെ ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിനെതിരെ LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ടുമായി ചർച്ച നടത്തിയ ശേഷം തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തൊഴിലാളികൾ കുഴഞ്ഞു വീണത്. സംഭവം അറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, കൌൺസിലർമാരായ VJ ജോഷി, ഉഷ പരമേശ്വരൻ, മുൻ കൌൺസിലർ CS സുരേഷ് എന്നിവർ സ്ഥലത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ട് ജോൺ ദേവസിയുമായി നേതാക്കൾ ചർച്ച നടത്തി. തുടർന്ന് തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കി നിജപ്പെടുത്തി. ഇതിനിടയിൽ 11 മണി മുതൽ നേരിട്ട് തൊഴിലാളികൾക്ക് വെയിലിലേൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി പറഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ ചാലക്കുടി നഗരസഭ സെക്രട്ടറിയോ ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഈ ഓർഡർ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട 2 സ്ത്രീ തൊഴിലാളികൾ തലകറങ്ങി വീണിട്ടുള്ളത്. ഈ തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. വേറെ ഒരു തദ്ദേശ ഭവന സ്ഥാപനങ്ങളിലും ഇങ്ങനെ കാലത്ത് 7 മണിക്ക് പണിക്കിറങ്ങിയാൽ അല്ലെങ്കിൽ 6 മണിക്ക് പണിക്കിറങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ 4 മണി വരെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. TCV ന്യൂസ് ചാലക്കുടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. വള്ളത്തോൾ നഗർ താഴപ്ര സ്വദേശി സന്ധ്യയ്ക്കാണ് പൊള്ളലേറ്റത്. വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിന് പപ്പടം വറക്കുന്നതിനിടയിലാണ് പൊള്ളലേറ്റത്. മുഖത്തും ദേഹത്തും പൊള്ളലേറ്റ ഇവരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒല്ലൂർ SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, വിനീത്, നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, നീരജ് എന്നിവരുടെ കൈക്കും വിനീതിന്റെ കഴുത്തിലുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊഴുക്കുള്ളി സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ വിഷ്ണുജിത്ത്, ഏളങ്കാട്ടിൽ ജിഷ്ണു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. വിഷ്ണുജിത്തിനെ പിടികൂടുന്നതിനിടയിലാണ് പോലീസ് വീട്ടിലെത്തിയത്. വീടിനകത്ത് കയറി പിടികൂടുന്നതിനിടെയാണ് അടുക്കളയിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന വിഷ്ണുജിത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പോലീസുകാർക്കു നേരെ വീശിയത്.
മാള ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ അതിക്രമിച്ച് കയറി സെക്രട്ടറിയെയും ജനപ്രതിനിധികളെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ 4 മണിക്കൂർ തടഞ്ഞുവെച്ച CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF മാള സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. PK നൌഷാദ്, KK രവി നമ്പൂതിരി, PD ജോസ്, സോയി കോലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനെ നേരിടാൻ 1 മണിക്കൂർ മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് വഴി തടഞ്ഞതിനെ തുടർന്ന് മാള വലിയപറമ്പ് റോഡിലെ വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. UDF നേതാക്കളെ, DCC ഭാരവാഹികളെ, കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരെ, ഇന്ന് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലത്തുനിന്ന് പഴയ കാർഷിക ഉപകരണങ്ങൾ മോഷണം പോയതായുള്ള പരാതി പോലീസിന് കൈമാറിയില്ലെന്നാരോപിച്ച് LDF അംഗങ്ങളും CPM നേതാക്കളും ചേർന്ന് നടത്തിയ ഉപരോധത്തിൽ സമരക്കാർക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ അതിക്രമിച്ച് കയറി തടഞ്ഞുവെച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന സെക്രട്ടറിയുടെയും അസഭ്യം പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും പരാതിയിലാണ് മാള പോലീസ് കേസെടുത്തത്. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. പൊരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും താഴ്ന്ന രീതിയിലെത്തിയതാണ് തുമ്പൂർ മൊഴിയിൽ നിന്നാരംഭിക്കുന്ന കനാലുകൾക്ക് വിനയായത്. മുൻപ് 2.5 മീറ്റർ ഉയരത്തിൽ വെള്ളം ഒഴുകിയിരുന്ന കനാലുകൾ ഇന്ന് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെറിയ പുഴ പോലെ പ്രവർത്തിച്ചിരുന്ന മെയിൻ കനാൽ, ഉപകനാൽ ശൃംഖല ഹെക്ടർ കണക്കിന് പ്രദേശങ്ങളെ ഹരിതാപമാക്കിയിരുന്നു. ഇന്നാകട്ടെ ഏറ്റവും ഉയർന്ന വെള്ളം 1.60 മീറ്റർ, അതും പുലർച്ചെ മുതൽ 2 മണിക്കൂർ വരെ മാത്രം. പിന്നീട് ശോഷിച്ച് അത് 1/2 മീറ്ററിലെത്തി നിൽക്കും. മറ്റത്തൂർ, മാള മെയിൻ കനാലുകളെ ആശ്രയിക്കുന്ന നെൽകർഷകരും കുടിവെള്ള പദ്ധതികളും ഇപ്പോൾ പ്രതിസന്ധിയിലായി. ബ്രാഞ്ച് കനാലുകളിൽ വെള്ളം വിടുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ്. ഇത് കിണറുകളെ വരണ്ടതാക്കി. കാര്യമായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് കൂടി നാടെത്തിച്ചേരും. ജലക്ഷാമത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേലൂർ പൂലാനി സ്വദേശി മണിയാൻപറമ്പിൽ വീട്ടിൽ വിപിനെയാണ് ചാലക്കുടി അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2025 കേസിനാസ്പദമായ സംഭവം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പോലീസ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിൻമാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. ജാതി, മതം, വർഗം, കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ, വർഗീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വോട്ട് അഭ്യർത്ഥനയുമായി ചെറുതുരുത്തിയിലെത്തി. കേരള കലാമണ്ഡലത്തിലും ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലും പുതുശ്ശേരി സ്കൂളിലും അദ്ദേഹം സന്ദർശനം നടത്തി. മേഖലയിലെ കടകളിൽ കയറിയും വോട്ട് അഭ്യർത്ഥിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തൃശൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. തുറന്ന കാറിൽ സഞ്ചരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും അഭിവാദ്യം ചെയ്തു.
BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പാർട്ടി പതാകകളും ബലൂണുകളുമായി നേതാക്കളും പ്രവർത്തകരും അണിചേർന്നു. പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന്റെ വിജയത്തിനായി എഴുത്തുകാരും കലാകാരന്മാരും ഒത്തുചേർന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ മികച്ചു നിൽക്കുന്ന ആലങ്കോട് പാർലമെന്ററി വഴിയിലും വിജയിച്ചു വരുമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ആലങ്കോട് മതേതര കേരളത്തിന്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സാംസ്കാരിക സാഹിത്യ സമൂഹത്തിന് അഭിമാനമാണെന്നും സാഹിത്യകാരൻ അശോകൻ ചരുവിൽ അഭിപ്രായപ്പെട്ടു. അയ്യന്തോൾ കോസ്റ്റിഫോർഡിൽ നടന്ന സുഹൃത്ത് സംഗമത്തിൽ നടൻ ജയരാജ് വാര്യർ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സംഘാടക സമിതി കൺവീനർ MN വിനയകുമാർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് മാളയിൽ റോഡ് ഷോ നടന്നു. 2020 പ്രതിനിധിയായ ഡോക്ടർ വർഗീസ് ജോർജ് പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. റോഡ് ഷോയിൽ BJP നേതാക്കളായ KS അനൂപ്, KG മോഹനൻ, CS അനുമോദ് തുടങ്ങിയവരും പങ്കെടുത്തു. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ റോഡ് ഷോ നടത്തി. അരിമ്പൂരിൽ നിന്ന് ആരംഭിച്ച് 10 പഞ്ചായത്തുകൾ പിന്നിട്ടാണ് വാടനപ്പള്ളിയിൽ സമാപിച്ചത്. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. UDF നേതാക്കളായ KK ബാബു, അസ്കർ അലി തങ്ങൾ, CC ശ്രീകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PRN നമ്പീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പിൽ ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയ്ക്കും കാമുകനും ജീവപര്യന്തം തടവും 8 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രേഷ്മ ബബിയെയും കാമുകൻ ബിരുവിനെയുമാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2021 ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം. ദമ്പതികളായ രേഷ്മ ബബിയും ഭർത്താവ് സ്വർണ്ണപ്പണിക്കാരനായ മൻസൂർ മാലിക്കും ചേർപ്പ് പാറക്കോവിലിനടുത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. മൻസൂറിന്റെ ജീവനക്കാരനായ ബിരുവുമായി പ്രണയത്തിലായ രേഷ്മ കുട്ടികൾ ഉറങ്ങിയ ശേഷം മദ്യം നൽകി മയക്കി മൻസൂർ മാലിക്കിനെ ബെഡ്റൂമിൽ പാരക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി കാമുകന്റെ സഹായത്തോടെ കുഴിച്ചുമൂടിയെന്നാണ് കേസ്. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിന് സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി റിമാൻഡിലായി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്രിസ്റ്റഫർ നഗർ സ്വദേശി പുറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൾ സൗമ്യയെ കുത്തിക്കൊന്നത്. പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസിനെ നാട്ടുകാരുടെ സഹായത്തോടെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിന് ശേഷം ഓടിപ്പോകുന്നതിനിടെ കിണറ്റിൽ വീണ പ്രതിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്.
മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വ്യാഴാഴ്ച വെളുപ്പിന് ആരംഭിക്കും. പുലർച്ചെ 4-ന് നട തുറക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, ശാസ്താവിന് കരിക്കഭിഷേകം എന്നിവ നടക്കും. 5:15-ന് ചുറ്റുവിളക്ക് ആരംഭിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ്യ് സമർപ്പണം രാവിലെ 8-ന് തുടങ്ങും. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. പെരുവല്ലൂർ മേഖല UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. പെരുവല്ലൂർ കരിങ്കൽ ക്വാറി പ്രദേശം, കുളം റോഡ്, ഗ്രൌണ്ട് എന്നിവയുടെ സമഗ്ര വികസനത്തിന് നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ സമരസംഗമം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NR അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ക്വാറി പരിസരത്ത് ചേർന്ന യോഗത്തിൽ NK ഷംസുദ്ദീൻ, PK രവി, സുനീതി അരുൺകുമാർ, NA ഹസൻ, ആശ കരുമത്തിൽ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിന് സമീപമാണ് അപകടകരമായ നിലയിൽ PVC പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ച റോഡിന്റെ ഒരു വശത്തുള്ള വെള്ളവരയോട് ചേർന്നാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണക്കെണി തീർക്കുന്ന തരത്തിൽ പൈപ്പുകൾ കൂടിക്കിടക്കുന്നത്. ജലജീവൻ പദ്ധതി പ്രകാരം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 2 വർഷത്തോളം മുൻപാണ് ഇവിടെ പൈപ്പുകൾ കൊണ്ടിട്ടത്. അടുക്കി വച്ചിരിക്കുന്ന പൈപ്പുകൾ മഴക്കാലത്ത് നിരങ്ങി നീങ്ങി ക്രമേണ റോഡിലേക്ക് എത്തിയതാണെന്ന് പറയുന്നു. യാത്രക്കാരുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ റോഡിലേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങിയിട്ടും ഇത് നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെൺമനാട് സാധു സംരക്ഷണ സമിതി കൈതമുക്ക് ശാഖയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് കൈതമുക്ക് റംസാൻ റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് VE ഹംസ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെൺമനാട് ജുമാഅത്ത് ഖത്തീബ് സി അബൂബക്കർ സയ്യിദി, പാവറട്ടി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് ഖാലിദ് സയ്യിദി, ഹസൈനാർ ഭാഗവി, കമാൽ മുസ്ലിം വീട്ടിൽ, P റഫീഖ്, ഇസ്മായിൽ കിഴക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി റംസാൻ സന്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൌൺസിലർമാരായ ഗീത ശശി, ഷാജി ആലിക്കൽ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അമ്പയർ പാനലിലേക്ക് തൃശൂർ സ്വദേശി അഡ്വക്കേറ്റ് ടോമി ഇമ്മട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ അരനാട്ടുകര ലുങ്സ് ക്രിക്കറ്റ് അക്കാദമിയിലൂടെയാണ് ടോമി ഇമ്മട്ടി ക്രിക്കറ്റ് പിച്ചിലേക്ക് എത്തുന്നത്. രഞ്ജി ട്രോഫി, വുമൻസ് പ്രീമിയർ ലീഗ് എന്നീ ടൂർണമെന്റുകളിൽ അമ്പയറായിരുന്നു. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് സംഘടിപ്പിച്ച തിരക്കഥാ ശില്പശാലയുടെ ഉദ്ഘാടനവും ഹ്രസ്വ ചലച്ചിത്ര പ്രകാശനവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കുമാർ PS അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച സൌഹൃദത്തിന്റെ കഥ പറയുന്ന കൂട്ട് എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും നടന്നു. ചിത്രത്തിന്റെ സംവിധായകൻ പ്രദീപ് നാരായണൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PK വിജയൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഫിലിം ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ B കല തുടങ്ങിയവർ സംസാരിച്ചു. കാണാതായ +1 വിദ്യാർത്ഥിയെ തേടിയിറങ്ങിയ പോലീസ് ഒടുവിൽ 3 കുട്ടികളെ കണ്ടെത്തി. വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഫെബ്രുവരി 26-ന് കാണാതായ ആൺകുട്ടിക്ക് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിലാണ് അപ്രതീക്ഷിത വഴികളിലേക്ക് തിരിഞ്ഞത്. വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ ആൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചപ്പോൾ PG പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയെയും കാണാനില്ലെന്ന് കണ്ടെത്തി. ഇരുവരും ഒന്നിച്ച് ഉത്തരേന്ത്യയിലേക്ക് യാത്ര പോയതാണെന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇവരെ പിന്നീട് താനെയിൽ നിന്ന് കണ്ടെത്തി. ഇതിനിടെ വിയ്യൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 10 വയസ്സുകാരനെ നാസിക്കിൽ നിന്ന് കണ്ടെത്തി. കുട്ടികളെ തൃശൂരിൽ എത്തിച്ച ശേഷം കോടതി വഴി രക്ഷാകർത്താക്കളെ ഏൽപ്പിച്ചു. ഇൻസ്പെക്ടർ KP മിഥുൻ, SIമാരായ AV സജീവ്,
PG പ്രേംകുമാർ, CPO M മിനിഷ എന്നിവരടങ്ങിയ സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്. സോളാർ സിസ്റ്റത്തിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. കൊടകര മനക്കുളങ്ങര സ്വദേശി വെറോനിക്ക വിലയിലെ ഡെയ്സൺ C കൊലേഡൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊച്ചി പാലാരിവട്ടത്തുള്ള സൗര നാച്ചുറൽ എനർജി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും മുംബൈയിലുള്ള ചെംട്രോൾസ് സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. പഴഞ്ഞി അരുവായി ചിറവത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പള്ളിപ്പാന തുടങ്ങി. വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെ കോമരത്തിന്റെ എഴുന്നള്ളിപ്പ്, ഉച്ചപ്പാന, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. പാനയ്ക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ചുവന്നൂർ മനോജ്, കോമരം വിശ്വനാഥൻ നായർ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠാദിനം ഈ മാസം 25-ന് ആഘോഷിക്കും. തൃശൂർ ആത്രയ ആശുപത്രിയിൽ സംസ്ഥാനതല ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. റീസ്പൈൻ 2026 എന്ന പേരിലാണ് സെമിനാർ നടത്തിയത്. ആത്രേയ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ സെമിനാറിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിലെ ഓപ്പറേഷൻസ് ക്വാളിറ്റി ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ റമിൽ യേശുദാസ് ആശംസ അർപ്പിച്ചു. ആത്രേയ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് എൽസ പോൾ, കൊച്ചി രാജഗിരി ആശുപത്രി ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ വിജയൻ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ആത്രേയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ലീഡ് ന്യൂറോ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ, ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭ ഹാർട്ട് ആൻഡ് മൈക്രോ സർജൻ ഡോക്ടർ ബിനോയ് PS, ആത്രേയ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ഡെയിൻ ഡേവിസ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ സുബിൻ സോളമൻ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ അഭിരാമി AS തുടങ്ങി മധ്യകേരളത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ റീഹാബിലിറ്റേഷനിലെ നൂതന സാധ്യതകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, ഡോക്ടർമാർ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ, മണലൂരിൽ TN പ്രതാപൻ, നാട്ടികയിൽ സുനിൽ ലാലൂർ എന്നിവർ മത്സര രംഗത്ത്. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയായി 2020-ലെ ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. മണ്ണുത്തി കൊഴുപ്പുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറിയെയും ജനപ്രതിനിധികളെയും ഉപരോധിച്ച സംഭവം. CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF മാള സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.